ഇനി ഇലക്ഷൻ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും. ആരാണ് ജയിക്കുക എന്ന് ഞാനിപ്പോ തന്നെ പറഞ്ഞു തരാം. വോട്ട് കൂടുതൽ കിട്ടുന്നവര് ജയിക്കും സഹോദരന്മാരെ. എന്നാൽ ഒരാൾ ജയിക്കുമ്പോൾ വേറെ ഒരാൾ തോൽക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ വിജയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരെ നിൽക്കാത്തവരില്ലേ, അഹങ്കാരം കൊണ്ട് തുള്ളുന്നവരില്ലേ, പ്രതിയോഗിയെ വകവരുത്താൻ വേണ്ടി ചിന്തിക്കുന്നവരില്ലേ, പ്രതിഭാഗത്തുണ്ടായിരുന്ന പ്രവർത്തകന്റെ ആ വീട്ടിന് കല്ലെറിയണമെന്ന് ചിന്തിക്കുന്നവരില്ലേ, അവനെ ചീത്ത വിളിക്കണമെന്ന് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തവരില്ലേ, പലരുടെയും കോലങ്ങൾ ഉണ്ടാക്കി വെച്ച് കത്തിക്കണമെന്ന് ചിന്തിക്കുന്ന അഹങ്കാരികളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ സൃഷ്ടിച്ച ഒരു നാഥനില്ലയോ? ആ നാഥൻ നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും കാണുന്നില്ലയോ? അവൻ തന്ന ആരോഗ്യമല്ലാതെ, അവൻ തന്ന പണമല്ലാതെ, അവൻ തരുന്ന അധികാരമല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും ലഭിക്കുമെന്നോ ലഭിച്ചിട്ടുണ്ടെന്നോ വാദിക്കുന്ന അല്പജ്ഞാനികളുണ്ടെങ്കിൽ ചോദിക്കട്ടെ. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു ട്രംപ് ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഡെമ്പ് എത്രയായിരുന്നു? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡെമ്പ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ ഭരണാധികാരിയെയും താഴെ ഇറക്കാൻ അല്ലാഹുവിന് പ്രയാസമുണ്ടോ? ഏത് താഴെയുള്ളവനെയും മേലെ ഉയർത്താൻ അല്ലാഹുവിന്